വിവാഹമോചനം നേടുന്ന മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം ലഭിക്കാൻ ഭർത്താക്കന്മാർക്കെതിരെ ക്രിമിനൽ കേസ് നൽകാമെന്ന സുപ്രീം കോടതി വിധി ചരിത്രപരവും വനിതാ വിമോചനത്തിന്റെ പാതയിലെ നാഴികക്കല്ലുമാണ്. രാജീവ് ഗാന്ധി നേതൃത്വം നൽകിയ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന മുസ്ലിം വനിതാ അവകാശ സംരക്ഷണ നിയമം തള്ളിയാണ് പരമോന്നത കോടതിയുടെ രണ്ടംഗ ബെഞ്ച് സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീകൾക്ക് ഭർത്താവ് മാസം തോറും ജീവനാംശം നൽകണമെന്ന ആന്ധ്ര ഹൈക്കോടതി വിധി ചോദ്യം ചെയ്യുന്ന ഹർജി തള്ളിയാണ് സുപ്രീം കോടതിയുടെ വിധി. മുത്തലാഖിലൂടെ വിവാഹബന്ധം വേർപെടുത്തിയ മുസ്ലിം സ്ത്രീകൾക്കും ജീവനാംശം ലഭിക്കാൻ ക്രിമിനൽ കേസ് നൽകാമെന്ന് വിധിയിൽ പറഞ്ഞിരിക്കുന്നത് മതത്തിന്റെ പേരിൽ മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകൾ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനീതിക്കാണ് അന്ത്യം കുറിക്കുന്നത്. മുത്തലാഖ് ക്രിമിനൽ കുറ്റമായി നിയമനിർമ്മാണം നടത്തിയ നരേന്ദ്രമോദി സർക്കാരിന്റെ നടപടിയെ മുൻകാല പ്രാബല്യത്തോടെ ഇപ്പോഴത്തെ വിധി ശരിവച്ചിരിക്കുകയാണ്. മുസ്ലിം സ്ത്രീകൾക്ക് നൽകുന്ന ജീവനാംശം ദാനമല്ലെന്നും അതവരുടെ അവകാശമാണെന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. 1986 മുസ്ലിം വനിതാ അവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് ജീവനാംശം നൽകേണ്ടതെന്ന വാദമാണ് കോടതി നിരസിച്ചത്. രാജ്യത്ത് നിലനിൽക്കേണ്ടത് വ്യക്തി നിയമമല്ലെന്നും എല്ലാ പൗരന്മാർക്കും ബാധകമായ മതേതര നിയമമാണെന്നും വിധിന്യായത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മധ്യപ്രദേശിലെ ഷബാനോ ബീഗം എന്ന മുസ്ലിം വനിതയ്ക്ക് ജീവനാംശം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി റദ്ദാക്കാൻ കൊണ്ടുവന്ന നിയമമാണ് ഇതോടെ അസാധുവായിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ആയിരുന്ന YV ചന്ദ്രചൂഡ് നേതൃത്വം നൽകിയ ബെഞ്ചിന്റെ വിധി മുസ്ലിം വ്യക്തി നിയമത്തിനെതിരാണെന്നും അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് കോൺഗ്രസിലെയും മറ്റു മുസ്ലിം നേതാക്കൾ രംഗത്തിറങ്ങിയപ്പോൾ രാജീവ് ഗാന്ധി സർക്കാർ കീഴടങ്ങുകയായിരുന്നു. BJP ഒഴികെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ മുസ്ലിം വോട്ട് ബാങ്കിനെ ഭയന്ന് നിശബ്ദത പാലിക്കുകയായിരുന്നു. ഇതിനെതിരെ കൂടിയാണ് സുപ്രീം കോടതി ശബ്ദിച്ചിരിക്കുന്നത്. ഗൃഹനാഥയായ ഭാര്യ വൈകാരികമായി മറ്റു തലങ്ങളിലും തങ്ങളെയാണ് ആശ്രയിക്കുന്നതെന്ന സത്യം ഭർത്താക്കന്മാർ തിരിച്ചറിയാറില്ലെന്നും കുടുംബത്തിൽ ഒരു വീട്ടമ്മയുടെ പങ്കും ത്യാഗവും പുരുഷന്മാർ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും സുപ്രീം കോടതി വിധിയിലുള്ളത് സമൂഹത്തിന്റെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ കണ്ണു തുറപ്പിക്കുമെന്ന് കരുതാം. സ്ത്രീകളുടെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് ജോയിന്റ് അക്കൗണ്ടുകൾ നിലനിർത്തണമെന്നും അവർക്ക് ATM കാർഡുകൾ ഉപയോഗിക്കാൻ നൽകണമെന്നും വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാണ്. വലിയ മാറ്റങ്ങൾക്ക് ഇതിടയാക്കുമെന്ന് ഉറപ്പാണ്. സുപ്രീം കോടതി വിധിയോടെ മുസ്ലിം വ്യക്തി നിയമ വ്യവസ്ഥകൾ രാജ്യത്ത് ദുർബലമാകുന്നത് പുരുഷാധിപത്യപരമായ ആ സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുമെന്ന് പ്രത്യാശിക്കാം. ഭാര്യമാർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ജീവനാംശം ഉറപ്പുവരുത്തുന്ന വ്യവസ്ഥകൾ പ്രകാരം ക്രിമിനൽ കേസുകൾ നൽകാമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നിയമത്തിന്റെ പിൻബലത്തിൽ വിവേചനം നിലനിർത്താനുള്ള ശ്രമം ഇനി വിലപ്പോകില്ല എന്നർത്ഥം. മുസ്ലിം സമൂഹത്തിന്റെ പിന്നാക്കാവസ്ഥയ്ക്ക് മുഖ്യമായ കാരണങ്ങളിലൊന്ന് മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന അസ്വാതന്ത്ര്യമാണ്. മുസ്ലിം സ്ത്രീകളെ വിദ്യാഭ്യാസം ചെയ്യാൻ അനുവദിക്കാതെ പുരുഷാധിപത്യം നിലനിർത്തി ചൂഷണം ചെയ്തു പോരുകയായിരുന്നു. ഈ അവസ്ഥയെ പുരോഗമനവാദികൾ എന്ന് പറയുന്നവർ അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. മുസ്ലിം സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരേണ്ടത് അതിനുള്ളിൽ നിന്ന് തന്നെയാണെന്നും മറ്റുള്ളവർ അതിൽ ഇടപെടേണ്ടതില്ലെന്നുമുള്ള നിലപാടാണ് ഇക്കൂട്ടർ സ്വീകരിച്ചത്.